ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഒരു രാജാവിന്റെ രാജകീയ ചിഹ്നത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അവന്റെ തലയിൽ അണിയുന്ന അവന്റെ കിരീടം. ഇതുപോലെ തന്നെ ക്രിസ്തു എന്ന സ്വർഗത്തിന്റെ രാജാവ്, അവൻ തലയിൽ അണിയപ്പെടുന്ന ഒരു കിരീടമുണ്ട്, മുൾക്കിരീടം. നീ യഹൂദരുടെ രാജാവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവന്റെ തലയിൽ ആ മുൾക്കിരീടം അടിച്ചു കയറ്റുന്ന പടയാളികളെ നമ്മൾ കുരിശിന്റെ വഴിയിൽ ധ്യാനിച്ചു കടന്നു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ രാജാവാകുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് പലയിടങ്ങളിലും. നമ്മളൊക്കെ ഏത് തരത്തിലുള്ള രാജാവാകുവാനാ പരിശ്രമിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊക്കെ സ്വർണത്തിന്റെ കിരീടം വെച്ചുകൊണ്ട് അധികാരം കാട്ടുവാനാണോ, അതോ മുൾക്കിരീടം ധരിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെ പോലെ വിനീതനായ ഒരു രാജാവായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുവാനാണോ ഞാനൊക്കെ പരിശ്രമിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സ്വർണത്തിന്റെ കിരീടത്തിൽ നിന്നും മുൾക്കിരീടത്തിലേക്ക് കടന്നു വരേണ്ട സമയമായിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.